ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ സൗണ്ട് തീരെ ശരിയായിട്ടില്ല. പിന്നെ എന്തെല്ലാം ഉണ്ട്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് രാവിലെ എണീച്ചപ്പോൾ കാര്യമായിട്ട് അങ്ങനെ ഒരു വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പണിയുണ്ട്, എന്നാൽ എന്താ പറയുക, അത്ര വലിയ പണിയെല്ലാം ഇല്ല. പിന്നെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് എന്തെല്ലാമായിരുന്നു പെരുന്നാളിന് ഉണ്ടാക്കേണ്ട ഡെസേർട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഓരോന്നിങ്ങനെ കണക്കൂട്ടി വരികയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഒരു ബ്യൂട്ടി ടിപ്സ് ആയാലോ, ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെ. ഇന്ന് ഞാനിതാ മുഖത്തിടാൻ വേണ്ടിയിട്ട് ഒരു മാസ്ക് റെഡിയാക്കുന്നുണ്ടായിന്, ഒരു ഫേസ് പാക്ക്. അപ്പോൾ ഇതാ 1 ടീസ്പൂൺ കോഫി പൗഡറും 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്തൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകാം. അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് കയ്യിലെല്ലാം ഒന്ന് തേച്ച് നോക്കിക്കോട്ടാം. പക്ഷെ എന്നാലും ഒരു സൈഡ് എഫക്ഷൻ ഒന്നും ഉണ്ടാവില്ല, കോഫിയും പഞ്ചസാരയും ഒക്കെ അല്ലേ. അപ്പോൾ അതങ്ങനെ ആടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചെറുപയറിൻ്റെ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ പയർ ബാക്കി അടുപ്പുണ്ടായിരുന്നു, വെള്ളത്തിൽ ഞാനിങ്ങനെ സോക്കാൻ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇട്ടപ്പം പയർ കുറച്ച് അധികമായിപ്പോയി, സാരമില്ല, 2 ദിവസത്തേക്ക് ഒപ്പിക്കാമല്ലോ. അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കുക്കറിലിട്ട് അതിലേക്ക് ഒരു 2 വെളുത്തുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് എല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിക്കാം. അത് ശരിക്കും നല്ല പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ചെറുപയറിൻ്റെ കൂടെ ചിക്കനോ. അപ്പോൾ ഇത് ഞാൻ ചിക്കനെല്ലാം വാങ്ങിക്കുമ്പോൾ 2-3 എണ്ണം ഒരുമിച്ചിട്ട് വാങ്ങിയിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഉപ്പും വിനാഗിരിയെല്ലാം ഇട്ട് ക്ലീൻ ചെയ്ത് കഴുകി എന്താ പറയുക, കുറച്ചായിട്ട് ഇങ്ങനെ മാറ്റി വെക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കാനും എന്തെങ്കിലും സ്നാക്സ് എല്ലാം റെഡിയാക്കാൻ പെട്ടെന്ന് ആവുമല്ലോ. അപ്പോൾ അത് ക്ലീൻ ആക്കേണ്ട പണിയൊന്നും ഉണ്ടാവില്ല. പലരും പറയും ചിക്കനെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്ട് വെക്കുന്നതാണ് നല്ലത്. പക്ഷെ ഞാനെപ്പോഴെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് എന്താ പറയുക വേറെ സിപ്പ് ലോക്ക് ബാഗിലോ ഒരു എന്താ പറയുക ബോക്സിലോ അങ്ങനെയെല്ലാം ഇട്ടിട്ട് വെക്കും. അപ്പം പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ഏത് സമയത്തും പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലായിക്കോട്ടെ എല്ലാത്തിനും നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബോൺലെസ് പീസെല്ലാം കുറച്ചായിട്ട് എന്താ പറയുക മാറ്റി വെക്കും സ്നാക്സിനെല്ലാം. അപ്പോൾ ഇതാ ചിക്കനെല്ലാം കഴുകി അതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ ഇതാ ചെറുപയറിനുള്ള തേങ്ങ അരക്കാനുണ്ട്. പയറവിടെ വെന്തിട്ടുണ്ട് ആ സമയം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മിക്സിൻ്റെ ഒരു ചെറിയ ജാറുണ്ടല്ലോ അതിലൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു പച്ചമുളകും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ക്യൂമിൻ സീഡ് ഉണ്ടല്ലോ, ചെറിയ ജീരകം, അതും പിന്നെ ഒരു 3-4 കറിവേപ്പില, ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മഷി പോലെ അരക്കണം. വേണമെങ്കിൽ ഒരു എന്താ പറയുക ഒരു 1/4 കപ്പ് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. ഇത് നന്നായിട്ട് അരച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പയറെല്ലാം വെന്ത ഉടഞ്ഞ് ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട്, അതാകുമ്പോൾ കുറച്ച് കട്ടിയും നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനിയിപ്പോൾ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം. പിന്നെ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ തന്നെ ഒഴിക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇപ്പോൾ കണ്ട നല്ല കട്ടിയായിട്ടുള്ള നല്ല അടിപൊളി ചെറുപയറിൻ്റെ കറി. ഇപ്പോൾ ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാം. ഞാനിപ്പോൾ ഇതിനുണ്ടാക്കുന്നത് മൂടിപ്പത്തിലാണ്, പച്ചരിൻ്റെ ഒരു ദോശ ഉണ്ടല്ലോ. ഇതിലിപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിന്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതാ നല്ല അടിപൊളി ചെറുപയറിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് കാച്ചി ഒഴിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ പാൻ വെച്ചിട്ട് ചൂടായി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 2 വറ്റൽ മുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഇതിലേക്ക് ഞാനൊരു 10-12 ചുവന്നുള്ളി ഉണ്ടല്ലോ അതും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മൂക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ആ നെയ്യിൽ തന്നെ ആ മുളക് പൊടി എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക, കരിയാണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട്. അതിന് ശേഷം എല്ലാം കൂടി ഇതാ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല സ്മെല്ലായിട്ടുണ്ട്. നല്ല അടിപൊളി ചെറുപയറിൻ്റെ കറിയാണ്, എല്ലാത്തിൻ്റെ കൂടി അടിപൊളിയായിരിക്കും. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കാം. ഇനി നമുക്കിത് ചൂടോടെ ഒന്ന് ഇത് അടച്ചു വെക്കാം.
അപ്പം അങ്ങനെ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ എടുത്തിട്ടൊന്ന് പുറത്താറിയിടണം. പിന്നെ നല്ല ചൂടായതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് വേഗം ഉണങ്ങി കിട്ടും. അതൊരു സമാധാനമുണ്ട്. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചതിന് തലയിൽ ഹെന്ന ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹെന്ന പൗഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതങ്ങനെ ഇതുവരെ യൂസാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ പാർലറിലെല്ലാം പോയിട്ടല്ലേ ഇടുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച് പോകാൻ ശരിക്കും നല്ല മടിയുണ്ട്. പിന്നെ എന്താ പറയുക, തണുപ്പെല്ലാം പിടിച്ച് സൗണ്ടെല്ലാം ഒന്ന് മാറിയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിന് പോയിട്ട് അവിടെ ഇട്ടിട്ട് സിയിലെല്ലാം ഇരുന്ന് ഉള്ളിലും തലവേദന എടുക്കും. അപ്പോൾ വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാകുമ്പോൾ നമുക്ക് 10-15 മിനിറ്റ് കൊണ്ട് കഴിയുകയും ചെയ്യാം. ആ സമയത്ത് നമുക്ക് തലയിൽ ഇട്ടുകൊണ്ട് ഇവിടുന്ന് വേറെ എന്തെങ്കിലും ജോലിയും ചെയ്യാമല്ലോ. അപ്പോൾ അതെല്ലാം വിചാരിച്ചിട്ട് വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതിപ്പോൾ മിക്സ് ചെയ്യുന്നത് കട്ടൻ ചായ ഉണ്ടല്ലോ. എൻ്റെ ഒരു കസിന് പറഞ്ഞത് ഇങ്ങനെയാണ് ഉണ്ടാക്കില്ല അവർ. അപ്പോൾ അങ്ങനെ കട്ടൻ ചായ ഇങ്ങനെ കുറച്ച് എന്താ പറയുക ചൂടെല്ലാം പോയതിന് ശേഷം അതിലാണ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുള്ളത്. ഒരു 1 hour ഇത് വെച്ചിട്ട് അതിന് ശേഷമാണ് നമ്മളിത് തലയിലിടുന്നത്. അപ്പോൾ എന്തായാലും ഇട്ട് നോക്കട്ടെ എന്താവോ എന്തോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ വെച്ച് ഇന്ന് ഈ പണിയെല്ലാം കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും എല്ലാം നോമ്പല്ലേ. അപ്പോൾ ആ തിരക്കെല്ലായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.